സാലഡ്സ് നമ്മൾ പല ഫ്ലേവറിൽ പല തരത്തിലൊക്കെ സാലഡ്സ് ഉണ്ടാക്കും. ഇറ്റാലിയൻ ഫ്ലേവർ, ഇന്ത്യൻ ഫ്ലേവർ, അല്ലെങ്കിൽ കേരള സ്റ്റൈൽ ഫ്ലേവർ, അങ്ങനെ പല തരത്തിൽ നമുക്ക് സാലഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് ഒരു മീലായിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാം. പ്രത്യേകിച്ച് കാർബ്സ് ഒക്കെ വേണ്ടാത്തവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് സാലഡ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു തായ് സ്റ്റൈൽ ബീഫ് സാലഡ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ മൈമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഈ തായ് സ്റ്റൈൽ ബീഫ് സാലഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ബീഫ് ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 250 ഗ്രാം ടെൻഡർലോയിനാണ്. ടെൻഡർലോയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടെൻഡറായിട്ടുള്ള പോർഷനാണ്, പെട്ടെന്ന് കുക്കാവും. അതുകൊണ്ട് തന്നെ ടെൻഡർലോയിനാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് വളരെ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതേപോലെ തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാരിനേഷനുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. 2 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, 1 ടീസ്പൂൺ ഫിഷ് സോസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു നാരങ്ങ കട്ട് ചെയ്ത് അതോടെ പിഴിഞ്ഞ് വയ്ക്കും. നാരങ്ങയോ വിനീഗറോ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. ഫൈനായിട്ട് ചോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ജിഞ്ചർ ഗാർലിക്, ഇത് വേണമെന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാം. ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അടുത്തായിട്ട് സ്പ്രിംഗ് അണിയൻ്റെ ഈ ഒരു പോർഷൻ, വൈറ്റ് പോർഷനും കൂടെ നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഒരു സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പോർഷനോട് മുന്നത്തേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഓയിലാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സെസമി ഓയിൽ. സെസമി ഓയിൽ 1.5 ടീസ്പൂണും കൂടെ ചേർക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ കൈ തന്നെ യൂസ് ചെയ്യുവാണ്. നന്നായിട്ട് റബ്ബിൻ ചെയ്ത് ആ മാരിനേറ്റ് മീറ്റിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കുക. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ഈ സോസിനകത്തൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഇട്ടത് 2 ടീസ്പൂൺ ഡാർക്ക് സോയ ആണ്. ഒരു 1 more ടീസ്പൂൺ നമുക്ക് വേണം. നമ്മളിവിടെ ബീഫ് യൂസ് ചെയ്തേക്കുന്നത് ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. അങ്ങനെയാണ് വേണ്ടത്. ടെൻഡർലോയിൻ ആണ്, പെട്ടെന്ന് കുക്ക്ഡ് ആവും. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് റബ്ബിൻ ചെയ്ത ശേഷം കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. ഒരു 2 to 3 hours കവർ ചെയ്ത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ബീഫ് മാരിനേറ്റ് ചെയ്യാനായിട്ട് 2 മണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ചു. ഇനി അത് ഗ്രിൽ ചെയ്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലോ സെസമി ഓയിലോ ഗ്രൗണ്ട്നട്ട് ഓയിലോ അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്രിൽ ചെയ്യാൻ ആവശ്യത്തിന് ഒരുപാട് ആവശ്യമില്ല. കുറച്ച് 1 ടേബിൾ സ്പൂണോ എല്ലാം എണ്ണ കുറച്ച് ഒഴിക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മീറ്റിനകത്തേക്ക് ഇടാം. എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒരുപാട് ക്രൗഡ് ചെയ്തിടില്ല. പിന്നെ നന്നായിട്ട് നമുക്ക് ടെക്സ്ചർ നന്നായിട്ട് കിട്ടത്തില്ല. നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ മാത്രമേ ടേൺ ചെയ്യാവൂ.
ടെൻഡർലോയിൻ ആണെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ കുക്കാകത്തുള്ളൂ. മറ്റേ സാധാരണ ഇറച്ചി എടുക്കുവാണെങ്കിൽ കുക്കായി കിട്ടത്തില്ല. ഇത് ഏറ്റവും ടെൻഡറായിട്ടുള്ള പോർഷനാണ്. ഇതും 2 സൈഡും കുക്കായി. ഈ സമയത്ത് കുറച്ച് ഒരു ഹാഫ് അണിയൻ ഇതിനകത്തേക്ക് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. അണിയൻ ഭയങ്കരമായിട്ട് കുക്കാകത്തില്ല, ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്ലേവർ അത്തിലേക്ക് കൂട്ടിടാത്തേ ഉള്ളൂ. ഇത് വേണ്ടി ഇപ്പം തന്നെ നല്ല നല്ല തായ് മണമാണ്, നല്ല ഫ്ലേവറാണ്. ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടോ ഇത് കുക്കായിട്ടുണ്ടോ, അതിന് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കുക. ജസ്റ്റ് അതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടോ, നന്നായിട്ട് ഇത് ഇളകി വരും. അപ്പോൾ സാലഡിൻ്റെ നമ്മൾ ബീഫ് കുക്ക് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ഉണ്ടാക്കേണ്ട സാലഡ് ഡ്രസ്സിങ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാലഡ് ഡ്രസ്സിങ്ങിനൊരു ഫ്ലേവർ കൊടുക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ തായ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇച്ചിരി എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഉള്ളൊരു ഫ്ലേവറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് ചില്ലി, ഇത്തിരി എരിവുള്ള ഭാഗമല്ല മാറ്റിയിട്ട് ഈ ഒരു ഭാഗം എടുക്കുക. അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം. ഇതിന് പകരം കാന്താരി മുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബേർഡ്സ് ഐ ചില്ലി അത് യൂസ് ചെയ്യാം. നമ്മൾ സാലഡ്സ് മിക്സ് ചെയ്യുന്നത് ഒരു സാലഡ് ഷേക്കറിലേക്ക് വല്ല ചെറിയൊരു ഗ്ലാസ് ജാറോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഈ ഒരു ചെറിയ ബോളിലേക്കാണ് ഇടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇടാം. ചെറിയ 2 വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം. ചോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചതച്ച ശേഷം ചോപ്പ് ചെയ്യാം. അത് ഇതിനകത്തേക്ക് ഇടാം. ഇനി നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ ഫിഷ് സോസ്. ഫിഷ് സോസ് സ്മെല്ല് ചെയ്യുമ്പം ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്, എങ്കിലും ഫ്ലേവർ ഭയങ്കര നല്ല ഫ്ലേവറാണ്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ തന്നെ ലൈറ്റ് സോയ സോസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ലൈം ജ്യൂസ്. അത് പുളി നോക്കിയിട്ട് ചേർക്കുക. അരയോ അല്ലെങ്കിൽ ഒരു ഫുൾ ലൈമോ യൂസ് ചെയ്യാം. ഇതിനകത്തേക്ക് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ. ഓയിൽ, സെസ്മേ ഓയിൽ 1 ടേബിൾ സ്പൂൺ. നമ്മളിവിടെ ഓയിൽ ചേർത്തു. ഇനിയും നമുക്ക് ചേർക്കാനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചേർത്തില്ല. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന പാം ഷുഗറാണ്. പാം ഷുഗർ ഉപയോഗിക്കാം. പാം ഷുഗർ കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി ഉപയോഗിക്കാം. ഹണി എല്ലാവർക്കും കാണുമല്ലോ, ഹണി ആണെങ്കിലും ഉപയോഗിക്കാം. ഒരു ടീസ്പൂൺ പാം ഷുഗർ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഷുഗർ ഒന്ന് ഡിസോൾവ് ആവണം. ഈ സമയത്ത് എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി പുളിയും കൂടെ വേണം, അതുകൊണ്ട് കുറച്ച് ലൈം കൂടെ ചേർക്കുക. അതെപ്പോഴും അവരവരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാൻ ഇപ്പോൾ 1 ലൈം ചേർത്തു. അപ്പോൾ ലൈമിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരുമല്ലോ. ഇവിടെ എക്സ്ട്രാ സോൾട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാൻ 1 നുള്ള ഉപ്പും കൂടെ ചേർക്കാം. 2 പിഞ്ച് ചേർക്കാം. ഇത് അടച്ച് വെക്കുക. അടച്ച ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സാലഡിൻ്റെ ഡ്രസ്സിങ്. ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിങ്ങനെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എപ്പോഴും നമ്മൾ സാലഡ് സെർവ് ചെയ്യുന്ന ആ സമയത്ത് ജസ്റ്റ് ഒഴിക്കുക വെക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഷേക്കർ വേണം നിർബന്ധമില്ല. നമുക്ക് എന്തെങ്കിലും ബോട്ടിൽ, എയർടൈറ്റായിട്ടുള്ള ബോട്ടിൽ മതി. ബോട്ടിലിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇമൾസിഫൈഡ് ആവും, നല്ല തിക്ക് കൺസിസ്റ്റൻസി വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചു.
ഇനി അടുത്തായിട്ട് നമുക്ക് സാലഡ് മിക്സിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് വലിയൊരു ബോൾ എടുക്കാം. ഈ ബോളിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇടാം. സാലഡിനായിട്ടുള്ള നമ്മൾ എടുത്ത അണിയൻസിൻ്റെ ബാക്കി ഒരു കുറച്ചേ ഉള്ളൂ, ഒരു മേ ബി 2 ടേബിൾ സ്പൂണേ ഉള്ളൂ. റെഡ് ക്യാപ്സിക്കം നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 പോർഷൻ മതി, 1/4 ഭാഗം. അത് തിന്നായിട്ട് കട്ട് ചെയ്തത്. എപ്പോഴും സാലഡ്സ് എപ്പോഴും കളർഫുൾ ആണെങ്കിൽ കാണുമ്പോഴും നല്ലതാണ്, കഴിക്കുമ്പോഴും നമുക്ക് ഗുണങ്ങളുമാണല്ലോ. പല കളറിൽ പല ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഗ്രീൻ ക്യാപ്സിക്കം, ക്യൂക്കമ്പർ, ഒരു ഫുൾ ക്യൂക്കമ്പർ നടുക്കത്തെ സീഡ് കളഞ്ഞിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തതാണ്, അതോടെ ആഡ് ചെയ്യാം. ഇത് വയലറ്റ് ക്യാബേജാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ലീഫ്, സാധാരണ ക്യാബേജ് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ലീഫ് എടുത്ത് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുക. അതിനുശേഷം നന്നായിട്ട് റിൻസ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക, തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. ഇത് ഓപ്ഷനിലാണ്. പിന്നെ അത് ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യാം. ഇതൊരു 1/2 കപ്പ് ചേർക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ട ചെറിയ ടൊമാറ്റോസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ള ടൊമാറ്റോ ആണ്. അതിന് പകരം സാധാരണ ടൊമാറ്റോ ആണെങ്കിൽ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്താലും മതി. ചെറിയ ടൊമാറ്റോ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുക. ഇതേപോലെ സ്ലിറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. ചെറിയ ടൊമാറ്റോസ് ഇടാം. അപ്പം സാലഡിനകത്തുള്ള അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം ഇനി കുറച്ച് ഫ്യൂ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല കളർഫുള്ളാണ്, നല്ല കളറുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചെറിയൊരു പിടിയ ചേർക്കുന്നത്, അതുകൂടെ ഇടാം. കുറച്ചുകൂടി ഇടും, അത് ലാസ്റ്റ് ഗാർണിഷായിട്ട് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിന് ഇനി മിക്സ് ചെയ്യാനായിട്ടുള്ളത് ബീഫും കൂടെ മാത്രമേ ഉള്ളൂ. ബീഫും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാബൊക്കെ കഴിക്കാത്തവർ, റൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാബ്സ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനത്തെ ഒരു സാലഡ്. ഓക്കെ, ഒരു ക്രഞ്ചിന് നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ബൈറ്റ് കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ചെറിയ പിടി പീനട്ട്സും കൂടെ ആഡ് ചെയ്യാം. സാലഡ് ഡ്രസ്സിങ് ഇടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴാണ് സെർവ് ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ നമ്മൾ സാലഡ് ഡ്രസ്സിങ് ഇടത്തുള്ളൂ. ഇപ്പം സാലഡ് ഡ്രസ്സിങ് ഇടാൻ പോകും. സാലഡ് ഡ്രസ്സിങ് കഴിക്കുക, നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. വൺസ് സാലഡ് ഡ്രസ്സിങ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സെർവ് ചെയ്യണം. അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി ഒരു നന്നായിട്ട് വെള്ളം ഇറങ്ങും പാത്രത്തിൽ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി സെർവ് ചെയ്യുക. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്ന പോലെയാണ്. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് ലെറ്റ്യൂസും ചൈനീസ് ക്യാബേജും കൂടെ ഒരു ബെഡ് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മെയിൻലി ഒരു ബെഡ് കൊടുക്കുന്നത് മെയിൻലി ഇതിൻ്റെ ജ്യൂസസ് കളക്ട് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ടാണ്. സാലഡ്സ് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഫൈനലായിട്ട് കുറച്ച് പീനട്ട്സ് കൂടെ കൊടുക്കാം, കുറച്ച് സെസമേ സീഡ്സ് കൊടുക്കാം. അപ്പം നമ്മുടെ തായ് ബീഫ് സാലഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാലഡാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇതിനകത്ത് ചെറിയ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ഫ്ലേവറാണ് ഈ തായ് ബീഫ് സാലഡ്.
അപ്പോൾ ഇത് നമുക്ക് ഒരു ഒക്കേഷൻ വരുമ്പോൾ ഒരു ഡിന്നർ നടത്തുമ്പോഴൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ കാപ്സ് കഴിക്കാത്തവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. കാപ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു സാലഡാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.